സേതുവിന്റെ പല്ലവിയുടെ നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ? അങ്ങനെ നാളത്തെ കഥയില് ഋതു സെറ്റി കിടന്ന് നല്ല ഉറക്കമാണ്. ആ സമയത്താണ് ഇന്ദ്രൻ അങ്ങോട്ട് എഴുന്നേറ്റ് വരുന്നത്. ഇന്ദ്രൻ ഉണ്ടായിരുന്നോണ്ട് ഋതു സെറ്റി വന്ന് കിടന്ന് ഇന്ദ്രനെ നോക്കിക്കഴിഞ്ഞപ്പോ ഋതു സെറ്റി കിടക്കുന്നു. പിന്നീട് ഇന്ദ്രൻ അങ്ങോട്ടേക്ക് വന്ന് ഋതുവിനെ വിളിക്കുവാണ്. ഋതു അങ്ങനെ കണ്ണു തുറന്ന് നോക്കിക്കഴിഞ്ഞപ്പോ ഋതുവിന് നല്ല ദേഷ്യമായി. ഋതു ചാടി എഴുന്നേറ്റിട്ട് ചോദിച്ചു, എന്താടാ നിനക്ക് എന്താ വേണ്ടേ? എന്നെ ഇവിടെയും കിടന്ന് ഉറങ്ങാൻ സമ്മതിക്കില്ലെന്ന് ചോദിച്ചു. അപ്പോഴേക്കും ഇന്ദ്രൻ പറഞ്ഞു, ഋതു നീ എന്തിനാ ഇവിടെ വന്ന് കിടക്കുന്നേ? നിനക്ക് മുറി കിടന്ന് കൂടായിരുന്നു എന്ന് ചോദിച്ചു. ദേ എനിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട് കേട്ടോ, മുറി കിടന്ന് കൂടായിരുന്നു എന്ന്. എടാ നീ എന്ത് കാണാനാ ഇങ്ങോട്ടേക്ക് വന്നേ? നിനക്ക് നാണമുണ്ടോ? നീ ഇത്രയും വലിയ ദ്രോഹമൊക്കെ ചെയ്തിട്ട് ഇത്രയെങ്കിലും നാണമുള്ളവനാണെങ്കിൽ ഇവിടെ വന്ന് കിടക്കില്ല എന്ന് പറഞ്ഞു. അത് കേട്ടപ്പം എന്താ പറഞ്ഞു, ഋതു ഞാൻ വേണ്ട, നീ കൂടുതലൊന്നും പറയണ്ടെന്ന് പറഞ്ഞു. അവൻ വന്നിരിക്കുന്നു എന്റെ വിശേഷം തിരക്കാനായിട്ട്. എടാ ഇന്ന് വരെ നീ എന്നെ ഒരു ഭാര്യയായിട്ട് കണ്ടിട്ടുണ്ടോ? എന്നെ കൊണ്ട് കൂടുതലൊന്നും പറയിപ്പിക്കരുതെന്നും പറഞ്ഞ് ഋതു കിടന്ന് ദേഷ്യപ്പെടുവാണ്. ആ സമയത്താണ് പല്ലവി സേതുവും കൂടെ വരുന്നത്. പല്ലവിയുടെ കയ്യിലുള്ള ചായയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ പല്ലവി അങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോ എന്തിനാ പറഞ്ഞു, പല്ലവി ആ ചായ ഇങ്ങ് തരാൻ പറഞ്ഞിരിക്കുക. അപ്പോഴേക്കും ഋതു പെട്ടെന്ന് കയറി ആ ചായ അങ്ങോട്ട് മേടിച്ചു. അതെ അങ്ങനെ ഇപ്പൊ നീ ചായ കുടിക്കണ്ടെന്ന് പറഞ്ഞു. ഇത് എനിക്കാന്ന് പറഞ്ഞിട്ട് ഋതു അങ്ങോട്ട് മേടിച്ച് കുടിക്കണം. ആ സമയം ഇന്ദ്രനെ ഇങ്ങനെ നോക്കി. അപ്പോഴേക്കും ഋതു പറഞ്ഞു, നീ നോക്കൊന്നും വേണ്ട, നിനക്ക് തരാനൊന്നും പോകുന്നില്ല എന്ന് പറഞ്ഞു. ഇന്ദ്രൻ ചിരിച്ചോണ്ട് പറഞ്ഞു, ആയിക്കോട്ടെ നീ കുടിച്ചോളാൻ പറഞ്ഞു. നീ അധികം ചിരിക്കൊന്നും വേണ്ട, അധികം ചിരിച്ചോണ്ട് ഈ ചൂട് ചായ നിന്റെ മുഖത്തേക്കാൻ ഒഴിക്കുമെന്ന് പറഞ്ഞു. അപ്പോഴേക്കും പല്ലു പറഞ്ഞു, എന്താ ഋതു നീ എന്തിനാ ഇങ്ങനെ ദേഷ്യപ്പെടുന്നെന്ന് ചോദിച്ചു. പിന്നെ ദേഷ്യപ്പെടാതെ, ഞാൻ ഇവിടെ കിടന്ന് ഉറങ്ങുന്ന കണ്ടു കഴിഞ്ഞപ്പോഴത്തേനുവേ അവൻ്റെ പുച്ഛം, അവന്റെ പുച്ഛം ഞാൻ തീർത്തു കൊടുക്കുന്നുണ്ട്. മര്യാദയ്ക്ക് ഇന്ന് മുതല് എങ്ങോട്ടാന്ന് വെച്ച് പോയിക്കണം, അല്ലെങ്കിൽ റൂമിന് വെളിയിൽ കിടന്നോണം, മുറിക്കകത്ത് നിന്നെ കിടത്താൻ ഞാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞു. അപ്പോഴേക്കും സേതു പറഞ്ഞു, ഋതു നീ ഇങ്ങോട്ടേക്ക് വന്നേന്ന് പറഞ്ഞു. ഇതേ സേതുവേട്ടാ, സേതുവാണ് ഇതിനകത്ത് ഇടപെടേണ്ട കാര്യമില്ല, എനിക്കറിയാം എന്ത് ചെയ്യണമെന്ന് എന്ന് പറഞ്ഞ് ഋതു ഒച്ചപ്പാടുണ്ടാക്കുവാണ്. പിന്നീട് ഋതു അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പം ഇന്ദ്രന്റെ അടുത്ത് സേതു പറഞ്ഞു, എടാ ഡോക്ടർ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എക്സസൈസും യോഗയും കാര്യങ്ങളൊക്കെ വേണം, അറിയാലോ ഇന്നലെ പറഞ്ഞു തന്ന കാര്യങ്ങളൊക്കെ നീ മറന്നു എന്ന് ചോദിച്ചു. അത് കേട്ടപ്പോ ഇന്ദ്രൻ പറഞ്ഞു, അത് പിന്നെ നീ കൂടുതലൊന്നും പറയണ്ട, വാ റെഡിയാവാ, നമുക്ക് പുറത്തുനിന്ന് ജോഗിങ്ങിന് പോയിട്ട് വരാന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോ ഇന്ദ്രൻ ചോദിച്ചു, അല്ല വേണോന്ന് ചോദിച്ചു. വേണോന്നോ? അപ്പൊ നീ ഡോക്ടറോടെല്ലാം സമ്മതിച്ചിട്ടല്ലേ ഇങ്ങോട്ടേക്ക് വന്നേ എന്ന് ചോദിച്ചു. അല്ല അത് പിന്നെ കൂടുതലൊന്നും പറയണ്ട, ഇങ്ങോട്ടേക്ക് വരാൻ പറഞ്ഞു. ആ സമയത്ത് പല്ലവി സേതുവിനെ നോക്കി. പിന്നീട് സേതുവിനെ വിളിച്ചിട്ട് അങ്ങോട്ട് മാറിപ്പോവാണ്. സേതുവിനോട് പറഞ്ഞു, സേതുവേട്ട സൂക്ഷിക്കണം, ഇന്ദ്രൻ ആ ആള് അറിയാലോ, നീ പേടിക്കണ്ട പല്ലവി, എന്താണെങ്കിലും അവന് മാറാനായിട്ട് ദൈവം ഒരു അവസരം കൊടുത്തിരിക്കുക. ഒരു പക്ഷേങ്കില് നമുക്കൊരു നല്ല കാര്യം ചെയ്യാൻ പറ്റുമെങ്കിൽ ഇത് നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നുന്നേ. അവനെ മാറ്റിയെടുക്കാനായിട്ട് നമ്മളെ കൊണ്ട് സാധിക്കണം. എല്ലാ കാലത്തും എല്ലാവർക്കും ഒരേപോലെ ഇരിക്കാൻ സാധിക്കില്ലല്ലോ. അവനൊരു മാറ്റം അനിവാര്യമാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഉറപ്പായിട്ടും ഇത്തവണ അവന് മാറും. പല്ലവി നീ നോക്കിക്കോ. പിന്നെ അവനെയും കൊണ്ട് ഞാൻ പോകുന്ന സമയത്ത് എനിക്കൊരു ടെൻഷനും ഇല്ല. അവൻ എന്നെ ഉപദ്രവിക്കുമെന്നാണോ പല്ലവിക്ക് ടെൻഷൻ? അതെ സേതുവേട്ട അറിയാലോ, അവന്റെ സ്വഭാവം വെച്ചാ പറയുന്നത്. അത്രയ്ക്കാണ്ട് കണ്ണടച്ച് അവനെ വിശ്വസിച്ചേക്കല്ല, എനിക്കറിയാന്ന് പറഞ്ഞു. അങ്ങനെ സേതു അങ്ങോട്ട് വന്നിട്ട് ഇന്ദ്രനോട് പാടാ പോകാന്ന് പറയാണ്. അങ്ങനെ സേതു ഇന്ദ്രനും കൂടെ രാവിലെ ജോഗിങ്ങിന് പോവാ. അപ്പോഴൊരു ബീച്ചുണ്ട്, അങ്ങോട്ടേക്കാണ് അവര് നടന്ന് പോകുന്നത്. അപ്പൊ പോകുന്ന സമയത്ത് സേതു ഇന്ദ്രനോട് ഓരോ കാര്യങ്ങൾ ഇങ്ങനെ സംസാരിക്കുന്നുണ്ടായിരുന്നു. ഇന്ദ്രൻ അതിനൊക്കെ മറുപടി പറയുന്നുണ്ട്. പക്ഷെ കൂടുതൽ അങ്ങോട്ട് പറയുന്നില്ലെങ്കിലും ഇന്ദ്രൻ ഇങ്ങനെ അവിടെ സംസാരിക്കുന്നുണ്ടായിരുന്നു. സേതുവിന് തോന്നി ഇവന് മാറണം എന്നല്ല ആഗ്രഹമുണ്ട്. പിന്നീട് സേതു ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞവനെ ഇങ്ങനെ ഉപദേശിക്കുവാണ്, എങ്ങനെ മുന്നോട്ട് പോകണം. കാരണം ഇത്രയും കാലത്തെ ഒരു ജീവിതമല്ല, രണ്ടാമതൊരു ജന്മം കിട്ടിയിരിക്കുക. മര്യാദക്കാണെങ്കിൽ ഈ ഒരു രണ്ടാം ജന്മം കിട്ടിയതിൽ നിനക്ക് എന്താണെങ്കിലും നല്ലൊരു ജീവിതം ഉണ്ടാവും. പക്ഷെ നീ അത് നന്നായിട്ട് വിനിയോഗിക്കണം. പണ്ടത്തെ പോലെ ആവാനാ നിന്റെ ശ്രമമെങ്കിൽ ഒരിക്കലും പിന്നെ ഋതു നിന്നെ അംഗീകരിക്കാൻ കൂട്ടാക്കില്ല. ഇപ്പൊ തന്നെ നിനക്കറിയാലോ, അവൾക്ക് നിന്നെ അംഗീകരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. ഞങ്ങളൊക്കെ അവളെ നിർബന്ധിച്ചുകൊണ്ടിരിക്കുക, അത് നിനക്ക് അറിയാവുന്ന കാര്യമല്ലേ. പിന്നെ ബാക്കിയൊക്കെ നിന്റെ കഴിവ് പോലെ ഇരിക്കും. ഇത്രയും കാലമായി കല്യാണം കഴിഞ്ഞിട്ട് ഇന്ന് വരെ നീ അവളെ സ്നേഹത്തോടെ ഒന്ന് നോക്കിയിട്ടുണ്ടോ? അവളെ ഒന്ന് ചേർത്ത് പിടിച്ചിട്ടുണ്ടോ? അവളുടെ വയറ്റി വളരുന്ന നിന്റെ കുഞ്ഞ, അതിന് വേണ്ട സാധനങ്ങൾ എന്തെങ്കിലും നീ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടോ എന്നൊക്കെ ചോദിച്ചു. അത് കേട്ടപ്പോ ഇന്ദ്രൻ പറഞ്ഞു, അത് പിന്നെ സേതു എനിക്കറിയാം നീ ഒന്നും വാങ്ങിച്ചു കൊടുത്തിട്ടില്ലെന്ന്. പക്ഷെ അങ്ങനെ ആയിരിക്കരുത്. അവൾക്ക് നിന്നോട് ഇഷ്ടം തോന്നണമെങ്കിൽ നീ അവളുടെ വയറ്റി വളരുന്ന കുഞ്ഞിനെ സ്നേഹിക്കണം. എടാ നിന്റെ ചോര അവളുടെ വയറ്റി വളരുന്നേ എന്നൊരു ചിന്ത നിനക്ക് ഉണ്ടായിരിക്കണമെന്ന് പറഞ്ഞു. കുറച്ച് നാൾ കഴിയുമ്പോഴത്തേനും നിന്നെ അച്ചാന്ന് വിളിക്കാനായിട്ട് ഒരു കുഞ്ഞാണ് ആ പിറക്കാൻ പോകുന്നത്. അത് കേട്ടപ്പോൾ ഇന്ദ്രൻ പറഞ്ഞു, എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട്. പക്ഷെ ഞാൻ കുറേയധികം തെറ്റുകൾ ചെയ്തിട്ടുണ്ട്. എന്തിനേറെ പറയണ സേതു, നിന്നെ പോലും ഞാൻ ഉപദ്രവിച്ചിട്ടുണ്ട്, നിന്നെ പല്ലവിയൊക്കെ. പക്ഷെ ഞാൻ വളർന്നു വന്ന ജീവിത സാഹചര്യമായിരിക്കും എന്നെ അങ്ങനെയാക്കി മാറ്റിയത്. ഇപ്പൊ എന്നെ ആർക്കും വേണ്ട.
എല്ലാവരാലും എന്നെ ഉപേക്ഷിച്ചു. എൻ്റെ പെറ്റമ്മ പോലും എന്നെ ഉപേക്ഷിച്ചിരിക്കുക എന്ന് പറഞ്ഞു. അപ്പോഴേക്ക് സേതു പറഞ്ഞു, എടാ നിനക്ക് നന്നാവാനായിട്ടൊരു അവസരം കൂടെ തന്നിരിക്കുക. ഈ അവസരത്തിൽ നീ നന്നായില്ലെങ്കിൽ ഈ ജന്മത്തിൽ നീ നന്നാവത്തില്ല. പിന്നെ അറിയാലോ, നീ നന്നാവില്ലെന്ന് അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നിനക്ക് വീട്ടിൽ നിൽക്കാൻ പറ്റില്ല. ഋതു തന്നെ നിന്നെ അവിടുന്ന് അടിച്ചിറക്കും. ഇപ്പൊ തന്നെ അവളുടെ കയ്യേ കാലേ വീണിട്ടാ നീ അവിടെ നിൽക്കുന്ന പോലും. അത് കേട്ടപ്പം ഇന്ദ്രൻ പറഞ്ഞു, എനിക്കെല്ലാം അറിയാൻ സേതു, എന്താണെങ്കിലും ഞാൻ നന്നാവാൻ തന്നെ തീരുമാനിച്ചെന്ന് പറഞ്ഞു. ഇതേ സമയത്ത് പല്ലവി പാറുവിനെ വിളിക്കുന്നുണ്ട്. പാറുവിനെ വിളിച്ച് സംസാരിക്കുന്ന സമയത്ത് ഇന്ദ്രനെ കണ്ട കാര്യങ്ങളൊക്കെ പറയണം. അത് കേട്ട് ഞാൻ പറിച്ചു, ഇന്ദ്രനെ കണ്ടോ? അതെ, ഇന്ദ്രൻ ഇപ്പൊ പൊന്നുമടത്തിലുണ്ടെന്ന് പറഞ്ഞു. പൊന്നുമടത്തിലോ? എന്താ പാറു, അവിടെ എന്തെങ്കിലും സംഭവിച്ചോ കാര്യമായിട്ട്? ഇന്ദ്രനെ ഇന്നലെ ഞങ്ങള് കണ്ടത് എങ്ങനെയാന്ന് എനിക്കറിയാവുന്നൊക്കെ ചോദിച്ചു. പിന്നീട് നടന്ന കാര്യങ്ങളൊക്കെ പറയണം. റെയിൽവേ പാളത്തിൽ നിന്ന് പിടിച്ചുകൊണ്ട് വന്നതല്ല. അതെല്ലാം കേട്ട് ഞാൻ പറഞ്ഞു ഭയങ്കര ടെൻഷനായിപ്പോയി. ആ സമയം പല്ലവി പറഞ്ഞു, എന്താ ഏതെന്ന് അറിയത്തില്ല, അവൻ അങ്ങോട്ടേക്ക് വരാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞു. കാരണം അവന് ആരെയും വേണ്ട പോലും, അവനെ ആർക്കും ഇഷ്ടമില്ലാന്ന് അവൻ പറയണേ. പിന്നീട് നടന്ന കാര്യങ്ങളൊക്കെ പാറു പറയണേ. എന്താ സംഭവിച്ചെന്ന് എനിക്ക് അറിയില്ല ചേച്ചി, ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി, എന്നെ രക്ഷിക്കാൻ ഒരുങ്ങിയതാന്നാണ് ഇന്ദ്രൻ പറയണേ. അത് കേട്ടോ പല്ലവി പറഞ്ഞു, അവന്റെ സ്വഭാവം ആയതുകൊണ്ട് ആരും അവനെ കണ്ണടച്ച് വിശ്വസിക്കില്ല. അവൻ അത്തരം ക്രൂരതകളൊക്കെ ചെയ്യുന്നവനല്ലേ, സാരമില്ല, അവന് നന്നാവാനായിട്ട് ഒരവസരം കൂടെ കിട്ടിയിരിക്കുമെന്ന് പറഞ്ഞു. ഇത് കേട്ടുകഴിഞ്ഞപ്പോ പാർവണി ചേച്ചി സൂക്ഷിക്കണം കേട്ടോ. ഇവിടെയാണെങ്കിൽ രാജലക്ഷ്മി അമ്മയ്ക്ക് ഇന്ദ്രൻ ഇങ്ങോട്ടേക്ക് വരുന്ന പോലും ഇഷ്ടമില്ല. ഞാൻ പറഞ്ഞു നോക്കിയതാ, പക്ഷെ ഇന്ദ്രൻ ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ എന്നെ ഇവിടെ നിർത്തില്ലെന്ന് അച്ഛൻ പറയണമെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോ പല്ലവി പറഞ്ഞു, മോള് വിഷമിക്കൊന്നും വേണ്ട, എന്താണെങ്കിലും ഇന്ദ്രൻ തൽക്കാലത്തേക്ക് അങ്ങോട്ടേക്ക് വരാനൊന്നും പോകുന്നില്ല. പിന്നെ അവനെ കൊണ്ട് ഡോക്ടറെ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഡോക്ടർ കുറെ നിർദ്ദേശങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ എങ്ങനെയെങ്കിലും അവനെ ഒന്ന് രക്ഷിക്കാൻ പറ്റുമെന്ന് ഞങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുക. ഋതുവിന്റെ വയറ്റൊരു കുഞ്ഞുണ്ടല്ലോ മോളെ, അവനെ ഉപേക്ഷിച്ച് കളയാൻ പറ്റില്ലല്ലോ എന്ന് പറഞ്ഞു. ആ സമയത്ത് പാർവണൻ ചേച്ചി ആയതുകൊണ്ട് ചേച്ചിയുടെ സ്ഥാനത്ത് വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിൽ പണ്ട് അവനെ പുറംകാലം കൊണ്ട് ചവിട്ടി എറിഞ്ഞെന്ന് പറഞ്ഞു. കാരണം അത്രയ്ക്ക് ദുഷ്ടത്തരമൊക്കെ കാണിച്ചിട്ടുണ്ടല്ലോ. അപ്പോഴേക്കും പല്ലവി പറഞ്ഞു, ഇനിയിപ്പോൾ അതിനെക്കുറിച്ച് ഓർത്തിട്ട് വിഷമിച്ചിട്ടോ അല്ലെങ്കിൽ ദേഷ്യപ്പെട്ടിട്ടോ ഒന്നും കാര്യമില്ല മോളെ, നോക്കട്ടെ എന്താ ചെയ്യേണ്ടതെന്ന് എന്നൊക്കെ പറഞ്ഞിട്ട് പല്ലവി കോള് കട്ട് ചെയ്തു. കുറെ സമയം കഴിഞ്ഞപ്പോൾ ജോഗിങ് ഒക്കെ കഴിഞ്ഞ് സേതു ഇന്ദ്രനും കൂടെ വീട്ടിലേക്ക് വരുവാണ്. ഈ സമയം ഋതുവിന് ആകപ്പാടെ സമനില തെറ്റിയ പറ്റില്ലായിരുന്നു. ഋതുവിന്റെ അടുത്തേക്ക് അച്ചു വന്നു. അച്ചു വന്നിട്ടുണ്ട്, ഋതു അവനെ ഇവിടെ നിർത്താൻ നീ സമ്മതിച്ചോന്ന് ചോദിച്ചു. അപ്പോഴേക്ക് ഋതു പറഞ്ഞു, എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല അച്ചു. അച്ചു പറഞ്ഞു, ഇപ്പൊ അവനെ നന്നാക്കൂന്ന് പറഞ്ഞോണ്ടാ സേതുവാണ് പല്ലവി ചേച്ചിയൊക്കെ ഇരിക്കുന്നത്. എത്ര കിട്ടിയാലും അവര് പഠിക്കില്ല, അവരോട് പറഞ്ഞു മടുത്തെന്ന് പറഞ്ഞു. ഋതു പറഞ്ഞു, എനിക്കും അതെ, എന്തായാലും അവനെ ഭർത്താവായിട്ട് അംഗീകരിക്കാൻ ഞാൻ പോകുന്നില്ല. വയറ്റി വീഴുന്ന കുഞ്ഞ് അവൻ്റെതാണ് പോലും. ദേഷ്യപ്പെടുവാണ് ഋതു കിടന്നിട്ട്. അപ്പോഴേക്കും അച്ചു പറഞ്ഞു, ഒരു പക്ഷെങ്കില് ഒന്ന് കാണാതെ പല്ലവി ചേച്ചി സേതുവാണ് ഇങ്ങനെയൊക്കെ ചെയ്യുക, നിന്റെ നന്മയെ കരുതിയിട്ടാണെങ്കിലോ. ഒരു നന്മയും വേണ്ട, അവനെ കൊണ്ടുള്ള ഒരു നന്മയും ഞാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം അവൻ അത്രയ്ക്ക് ദുഷ്ടനാന്നൊക്കെയാണെന്നും പറയണം. പിന്നീട് ഇന്ദ്രൻ മുറിയിലേക്ക് വരുവാണ്. ഈ സമയത്ത് അച്ചു അങ്ങോട്ടേക്ക് ഇറങ്ങിപ്പോയി. ഋതുവിന് നല്ല ദേഷ്യമായിരുന്നു ഇന്ദ്രനെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും ഋതു പെട്ടെന്ന് അവിടെ നിന്ന് ഇറങ്ങാൻ തുടങ്ങിയപ്പോൾ ഇന്ദ്രൻ ചോദിച്ചു, എന്താ ഋതു, നീ എന്താ ഇറങ്ങിപ്പോണെന്ന് ചോദിച്ചു. അതെ, നിന്റെ മുഖം കാണുന്ന പോലെ എനിക്ക് ഇഷ്ടമില്ല എന്ന് പറഞ്ഞുകൊണ്ട് മുറ്റത്തേക്ക് ഇറങ്ങിപ്പോയി. അവിടെ ആ ഗാർഡനിങ്ങിൽ അവിടെ പോയി നിൽക്കുകയാണ്. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും ഇന്ദ്രനെ അന്വേഷിച്ചു വന്നു അങ്ങോട്ട്. ഋതു അവിടെ മാറി നിൽക്കുന്നുണ്ട്. എന്താ ഋതു, എത്ര സമയം, നിനക്ക് എന്നോടുള്ള പിണക്കം മാറിയിട്ടില്ല ഇതുവരെയെന്നും ചോദിച്ചു. അത് കേട്ടപ്പോൾ ഋതു പറഞ്ഞു, പിണക്കം മാറാനോ? നിന്നോടോ? നിന്നെ കൊല്ലാനുള്ള ദേഷ്യം എനിക്ക് അറിയാവോ, പിന്നെയാണ് പിണക്കം. എടാ, പിണങ്ങാനായിട്ട് നിന്നോട് പിണങ്ങിയിട്ട് വേണ്ടേ? നിന്നോട് പിണങ്ങാൻ പോലും കൊള്ളുപോലത്തെ സാധനം നീ. അത്രമാത്രം ക്രൂരത്തെ നീ കുടുംബത്തോടൊക്കെ ചെയ്തു കൂട്ടിയിരിക്കുന്നേ. അതൊന്നും പെട്ടെന്ന് എനിക്ക് അങ്ങനെ മറക്കാനും പൊറുക്കാനും പറ്റില്ല എന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പം ഇന്ദ്രൻ പറഞ്ഞു, ഋതു ഞാൻ പറയുന്ന അനുസരിക്കുക, നീ പറയുന്ന എന്ത് ഞാൻ അനുസരിക്കാം. പഴയതുപോലെയല്ല, എനിക്ക് നന്നാവണമെന്ന് ആഗ്രഹമുണ്ട്. നിന്റെ ഭർത്താവായിട്ട്, നിന്റെ വയറ്റി വിടുന്ന കുഞ്ഞിന്റെ അച്ഛനായിട്ട് ഇരിക്കണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയണമെന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ ഋതു പറഞ്ഞു, നീ കൂടുതൽ വർത്താനമൊന്നും പറയണ്ട. അപ്പോഴേക്കും ഇന്ദ്രൻ പറഞ്ഞു, ഋതു ഇനി ഞാൻ എന്താ ചെയ്യണ്ടേ? ഞാൻ എങ്ങനെയൊക്കെ പറഞ്ഞാലും നിനക്ക് മനസ്സിലാവില്ല. ഞാൻ സത്യം ചെയ്ത് പറയണോ? അയ്യോ വേണ്ടായി, അന്നൊരു കാര്യം ചെയ്യാം. നിന്റെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിനെ പിടിച്ച് ഞാൻ സത്യം ചെയ്ത് പറയട്ടെ എന്ന് ചോദിച്ചു. സത്യം ചെയ്ത് പറയാനോ? വയറ്റിത്തോട്ടോ? അതെ, ഞാൻ സത്യം ചെയ്ത് പറയാന്ന് പറഞ്ഞു. ഞാൻ മാറാൻ തന്നെ തീരുമാനിച്ചു. ഇനി പഴയതുപോലെ ആയിരിക്കില്ല എന്ന് പറഞ്ഞു. അത് കേട്ടത് ഒരു നിമിഷം ഋതു ആലോചിച്ചു. എന്നാ ചെയ്യടാ, നീ സത്യം ചെയ്യടാന്ന് പറഞ്ഞ് നിൽക്കുകയാണ്. ഇന്ദ്രൻ ഒട്ടും മടിച്ചില്ല. ഋതുവിന്റെ വയറിന്മേലേക്ക് വന്ന് കൈവച്ചു. സത്യം, എന്റെ കുഞ്ഞാണ് സത്യം. ഞാൻ മാറാൻ തന്നെ തീരുമാനിച്ചു. ഇനി പഴയതുപോലെ ഒന്നും ആയിരിക്കില്ല. ആരെ ദ്രോഹിക്കാനൊന്നും പോകത്തില്ല. ഋതുവിന്റെ നല്ല ഭർത്താവായിട്ട് ഞാനിവിടെ കഴിഞ്ഞോളാന്ന് ഋതുവിന് വിശ്വസിക്കാൻ പോലും പറ്റിയില്ല. കാരണം
ഇത്ര പെട്ടെന്ന് ഇങ്ങനെ എന്തിനാ ഇതിന്റെ നാടകം തന്നെയാണോ? ഇവന് ഇതിനു മുമ്പ് ഇതുപോലെ പല നാടകങ്ങളും നടത്തിയിട്ടുണ്ട്. ഇനി അതുപോലെ എന്തേലും ആണോ എന്നൊരു സംശയമൊക്കെ ഋതുവിന് ഉണ്ടാവുന്നുണ്ട്. പക്ഷെങ്കില് ആദ്യമായിട്ടാണ് അവൻ തന്റെ വയറ്റത്ത് കൈവെക്കുന്നത്. ഇന്ന് വരെ അവൻ വയറ്റത്ത് കൈവെക്കുവോ അല്ല സ്നേഹത്തോടെ ഋതുവിനെ ഇന്ന് ചേർത്ത് പിടിച്ചിട്ടൊന്നുമില്ല. അതൊക്കെ ഓർത്ത് കഴിഞ്ഞപ്പോൾ ഋതുവിന്റെ കണ്ണൊക്കെ നിറഞ്ഞു വരുവാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ കാണുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.